എൻ്റെ സുഹൃത്തുക്കളെ, സത്യത്തിൽ കേരളം ഇപ്പം ഭരിക്കുന്നത് ആരാ? എൻ്റെ സിമ്പിൾ ചോദ്യമാണ്. കേരളം ഇപ്പം ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് ആണോ? ആണോ? എന്നാൽ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കോൺഗ്രസ് അല്ലെന്ന്. അവരാണത്ര ഭരിക്കുന്നത്, BJP ആണത്രേ. നിങ്ങൾ ആ വാർത്ത കേട്ടില്ലേ? കേട്ടോക്കി, ഇതാ കണ്ടുവോ? കണ്ടുപോരാതെ കണ്ടുവോ? കാണണം. UDF സർക്കാർ നടപ്പാക്കുന്നത് BJPയുടെ പ്രകടന പത്രിക. എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ ഇപ്പോൾ MLA കൂടിയാണ് നേമത്ത്, രാജീവ് ചന്ദ്രശേഖർ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് കേരളം ഭരിക്കുന്നത് ഞങ്ങൾ തന്നെയാണെന്ന്. അല്ലേ? ഒരു നാണവും മാനവും ഇല്ലാതെ അത് കേട്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ കോൺഗ്രസിലെ മന്ത്രിമാരും മറ്റും എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. രാജീവ് ചന്ദ്രശേഖർ പച്ച മലയാളത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് അറിയുന്ന മലയാളത്തിൽ പറഞ്ഞു, UDF സർക്കാർ നടപ്പാക്കുന്നത് BJPയുടെ പ്രകടന പത്രികയാണ്, വേറെ ഒന്നുമില്ല എന്ന്. ഓക്കെ, ഇതാണ് ഇവരുടെ ഡീൽ എന്ന് പറയുന്നത്. ഈ ഡീലിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പോർട്ടടക്കം വിൽപ്പനയ്ക്ക് വെക്കുന്നത് എന്നുള്ളതാണ്. കാരണം BJP ഭരിക്കുന്ന നാടുകളിലാണ് അദാനിക്ക് അപാരമായിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. BJPക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അദാനി അടക്കമുള്ള ആളുകൾ സ്വതന്ത്രമായി ഇടപെടുന്നത്. പക്ഷെ കേരളത്തിലും അവരങ്ങനെ ഇടപെടുന്നു. അതും ഇപ്പോ അല്ലേ? അപ്പൊ ഇപ്പൊ ഇവിടെ ആരാ ഭരിക്കുന്നേ? പറ. BJP ആണോ കോൺഗ്രസ് ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ചെറുതായിട്ട് സംശയം വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സംശയമൊന്നും വേണ്ട. ഈ രീതിയിലുള്ളൊരു വർത്തമാനം, ഞങ്ങളുടെ പ്രകടന പത്രികയാണ് നടപ്പിലാക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നുള്ളൊരു വർത്തമാനം, ഹാവ് യു ഹേർഡ്? എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരു വാക്ക് കേട്ടിരുന്നോ നിങ്ങൾ? നെവർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇനി കേൾക്കണം. നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ കുറിച്ച് ഇന്ന് പ്രതിപക്ഷം ഒരു സംശയം ഉന്നയിച്ചു. ആ സംശയം അസ്ഥാനത്തല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നിപ്പോൾ ഈ പ്രശ്നം പഠിക്കാൻ വേണ്ടി ഒരു എംപവേർഡ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആരാണ് എംപവേർഡ് കമ്മിറ്റിയിലുള്ളത്? എംപവേർഡ് കമ്മിറ്റിയിലുള്ളത് ധന സെക്രട്ടറി ഉണ്ട്, ധനവകുപ്പ് മന്ത്രിയുടെ പേര് VD സതീശൻ. പോർട്ടിന്റെ സെക്രട്ടറി ഉണ്ട്, പോർട്ടിന്റെ വകുപ്പ് മന്ത്രിയുടെ പേര് VD സതീശൻ. നിയമ സെക്രട്ടറി ഉണ്ട്, വകുപ്പ് മന്ത്രിയുടെ പേര് VD സതീശൻ. അപ്പോ ഞാനും അപ്പനും സുഭദ്രയും എന്നത് മാറി അപ്പനും എന്നത് മാത്രമായി മാറിയിരിക്കും. ഇത് ഞാൻ രാവിലെ വീഡിയോ ഇട്ട സംഗതി ഇല്ലേ? താങ്കൾ അത് കോപ്പി അടിച്ചോ? അങ്ങനെയൊന്നാവില്ല. നോർമലി തോട്ടുകളൊക്കെ ഓരോ പോലെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വരുന്നതായിരിക്കും അല്ലേ? 6 നമ്പറാനിലും ഉണ്ടല്ലോ, ഒരാളെങ്കിലും ട്രസ്റ്റിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തിരുവാഭരണം വിട്ടു തരുമായിരുന്നു. ട്രസ്റ്റിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഞാനും സുഭദ്രയും തമ്പുരാനും എന്ന് പറഞ്ഞൊരു ചിരി ഉണ്ടല്ലോ അല്ലേ? അതേപോലെയാണ് ഇപ്പം നടക്കുന്നത്. ഈ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള പേപ്പറും കൈകാര്യം ചെയ്യുന്ന എന്തൊക്കെ വകുപ്പുണ്ടോ ആ വകുപ്പൊക്കെ ഒറ്റയാളാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് VD സതീശ മേനോൻ എന്നാണ്. പിന്നെ ഇപ്പം എന്താ ചായിക്കൂടെ? ഒറ്റക്കലം പുഴുങ്ങുക എന്നാണ് ഇതിനൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയുക കേട്ടോ. എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നിയമപരമായ ഒരു പിശക് ധനവകുപ്പോ അതല്ലെങ്കിൽ പോർട്ട് വകുപ്പോ എത്തിച്ചേർന്ന ഒരു തീരുമാനത്തിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടയാൾ VD സതീശൻ. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന VD സതീശൻ ചൂണ്ടിക്കാണിക്കേണ്ടത് തിരുത്തേണ്ടയാൾ VD സതീശൻ. VD സതീശൻ തിരുത്തുന്നതിനെ അനലൈസ് ചെയ്യുകയും അന്തിമമായി തീരുമാനത്തിൽ എത്തിക്കുകയും അത് ബജറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നതും VD സതീശൻ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ വകുപ്പുകൾ നിർണായകമാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഈ റിപ്പോർട്ട് അത് എപ്പോഴോ മനസ്സിലായിരിക്കുന്നു. എത്ര പേർക്ക് അത് തലയിലേക്ക് ഓടി എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം എന്തിനാണ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതെന്ന് ഇപ്പൊ ആർക്കെങ്കിലും മനസ്സിലായിരിക്കും. ഇനി നിങ്ങൾ ഇലക്ഷൻ റിസൾട്ടിന് തൊട്ടു മുമ്പ് അദാനിയുടെ ഫ്ലൈറ്റിൽ എന്തിനാണ് VD സതീശൻ എങ്ങോട്ടോ പറന്നുപോയത് എന്നത് കൂടി ഒന്ന് ചർച്ച ചെയ്താൽ മതി. ഈ എംപവേർഡ് കമ്മിറ്റിയിൽ നിന്ന് വരുമ്പോൾ അതിൽ എന്തെങ്കിലും സുതാര്യത ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യം പ്രവർത്തിക്കുന്നത് ആന്തരികമായ ചില മൂല്യങ്ങളിൽ കൂടിയാണ്. നമ്മളതിനെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെക്സ്. ശരി അതവിടെ കിടക്കട്ടെ.
ഈ സമയത്ത് നമ്മൾ കേൾക്കേണ്ട വർത്തമാനം ആരെന്നറിയാവോ? ഏഷ്യാനെറ്റിന്റെ. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അദാനി ഓഹരി വിറ്റു, സെബിയെ അറിയിച്ചു, അനുമതിക്ക് വിധേയമായി എന്ന് എല്ലായിടത്തും എഴുതി ചേർത്ത് വെച്ച് അത് ഭദ്രമാക്കുകയും ചെയ്തു. മെയ് 18 കഴിഞ്ഞ് ആലോചന തുടങ്ങി ജൂൺ 30 മുമ്പ് തീരുമാനിക്കാവുന്ന ഒരു ഇടപാടേ അല്ല ഇത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ VD സതീശൻ മംഗലാപുരത്ത് ആരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണോ പോയത് ആ ചാർട്ടേഡ് ഫ്ലൈറ്റുകാരൻ തീരുമാനിച്ച ഇടപാടാണ് ഇത് എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അതേസമയം ഏത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയത്, ആ ഫ്ലൈറ്റിന്റെ പണം ആരാണ് കൊടുത്തത്, അതിലുള്ള താല്പര്യം എന്തായിരുന്നു എന്ന് VD സതീശൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സോ സിമ്പിൾ. അത് വിശദീകരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പൊ കേരളത്തിലുള്ളൂ. അന്നത്തെ യാത്രാക്കൂലിയുടെ പ്രത്യുപകാരമാണോ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇനിയും നിങ്ങൾ കേൾക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ വല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ടോ? അല്ല, കമ്പനിയുടെ താല്പര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുമല്ലോ. ആ നീക്കങ്ങൾ നടന്നാൽ നമ്മുടെ താല്പര്യത്തെ നമ്മൾ നോക്കണം. അതാണ് കമ്പനിയുടെ താല്പര്യത്തിന് പലതും പറയും. പക്ഷേ നമ്മൾ നമ്മുടെ കേരളത്തിന്റെ താല്പര്യമല്ലേ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് VD സതീശ മേനോന് ആർജവമില്ലാത്തത്, ധൈര്യമില്ലാത്തത്, നട്ടലില്ലാത്തത്? ഇനി ഒരാളെ കൂടി വർത്തമാനം കേട്ട് പോവാം. അദ്ദേഹത്തിന്റെ ഈ ചെയ്തി എന്നൊക്കെ പറയണത് ഇവിടെ വലിയ വാചകം അടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചെകിട്ടത്തുള്ള അടിയാണ്. മന്ത്രിസ്ഥാനങ്ങള് പങ്കുവച്ചപ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട 3 വകുപ്പുകൾ അദ്ദേഹം സ്വന്തം കൈക്കൽ വെച്ചത്. വിഴിഞ്ഞവും അദാനിയായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം. എന്നാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ. അദ്ദേഹം തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. നമ്മുടെ ഈ ഗവൺമെന്റിൽ ഒരു ഒറ്റയാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് VD സതീശ മേനോൻ. കേരളത്തെ മുക്കി എങ്ങനെയാണ് ഈ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോയി കൊടുക്കേണ്ടതെന്നുള്ള കൊണ്ടുപോയി ഇപ്പോൾ VD സതീശ മേനോൻ ആലോചിക്കുന്നത്. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? വോട്ട് ചെയ്തതൊരു പരാജയമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കോൺഗ്രസ് വോട്ട് ചെയ്തതിൽ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു ഉണ്ടെങ്കിൽ ഒരു ഹായ് ഇടണേ. ചുമ്മാ വെറുതെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഹായ് ഇട്ടാലും കുഴപ്പമില്ല. ബൈ.